ഇന്നലെ ജാസ്മിൻ ജിൻഡോക്കെതിരെ സംസാരിച്ച സമയത്ത് ജിൻഡോ ഒരു ജസ്റ്റർ കാണിച്ചിട്ടുണ്ട്. അത് മോശമാണ്, 100% മോശമാണ്. ലാലേട്ടൻ അതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ലാലേട്ടൻ വളരെ ബ്രൂട്ടലായിട്ട് ജിൻഡോയെ ആക്രമിക്കുന്നുണ്ട്, മോശപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. ജിൻഡോ ആ ഒരു ജസ്റ്റർ കാണിച്ചത് കൊണ്ടല്ലേ. ജിൻഡോ അവിടെ നിന്ന് ജാസ്മിനോട് സോറി പറയുന്നുണ്ട്. പക്ഷേ അവസാനം ജിൻഡോ ഒരു കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ലാലേട്ടാ, ജാസ്മിൻ ജയിലിൽ വെച്ച് എന്നെ എന്തൊക്കെ തെറികൾ വിളിച്ചിട്ടുണ്ട്, എന്തൊക്കെ രീതിയിൽ അപമാനിച്ചിട്ടുണ്ട്, എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ജാസ്മിൻ എന്നെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ ജസ്റ്റർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ജാസ്മിൻ അത് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. ഏറ്റവും തേർഡ് റേറ്റ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ആളാണ് ജാസ്മിൻ. ഒരാളെ റെസ്പെക്ട് ചെയ്യില്ല. ആ ഒരു ഗെയിം കളിക്കുന്ന ജാസ്മിൻ എന്റെ ഗെയിമിനെ ഈ രീതിയിൽ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഞാൻ ജസ്റ്റർ കാണിച്ചതെന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിച്ചിട്ടുള്ളത്. ലാലേട്ടന് മിണ്ടാട്ടം ഇല്ലാതായി പോയിട്ടുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ട് ജാസ്മിന് വേണ്ടി ലാലേട്ടൻ പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലും അത് തുടരും. അവിടെ എവിക്ഷൻ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നോമിനേഷൻ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതൊന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല. ഇന്ന് ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്തതിന്റെ പേരിൽ ജിൻഡോയെ ഡൗൺ ആക്കാനുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലാലേട്ടനെ പോലും വായടപ്പിക്കുന്ന രീതിയിൽ ജിൻഡോ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ജയിലിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യം ചിരിച്ചു തള്ളി കൊതുകിനെ അടിച്ചതാണോ, ആ രീതിയിൽ സംസാരിച്ചിട്ട് എഴുതി തള്ളിയ ലാലേട്ടൻ ഇതുപോലെയുള്ള കാര്യം ജിൻഡോക്കെതിരെ വരുന്ന സമയത്ത് ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മോശം. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.